ഡൽഹി AICC ആസ്ഥാനത്ത് സാമ്പത്തിക വിദഗ്ധന് മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. രാജ്യത്തെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം AICC ആസ്ഥാനത്തുണ്ട്. രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അവദാനങ്ങൾ രാജ്യം വാഴ്ത്തിപ്പാടുന്ന നേരമാണിത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം അർഹിക്കാത്ത വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ പോലും തൻ്റെ വിശ്വാസങ്ങൾ അദ്ദേഹം അടിയുറച്ചു നിൽക്കുകയും താൻ പഠിച്ച സാമ്പത്തിക പാഠങ്ങൾ വളരെ ദിശാബോധത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പരീക്ഷിച്ച് നോക്കിയും വലിയ വിജയം വരിക്കുകയും ചെയ്തു. അല്പം മുമ്പ് റോബർട്ട് വാദ്ര നമ്മോട് സംസാരിച്ചു. ലോകം അംഗീകരിച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് വാദ്ര ഓർമ്മിച്ചു. 24നോടാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത്. He was a leader that the world knew and India was proud of, and he was a very good prime minister, helped India come out of financial crisis and an economic boom was there. He created the economic revolution, and whenever we had the financial hole, there was a issue in 2008 all over the world. He helped us come out of the financial issues. റോബർട്ട് വാദ്ര 24നോട് പറയുകയായിരുന്നു, ലോകം അംഗീകരിച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ മാറ്റിമറിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റും സ്വന്തമായി എടുക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ക്രെഡിറ്റുകൾ മറ്റുള്ള ആളുകൾ കൊണ്ടുപോയിക്കോട്ടെ. പ്രവർത്തനം മൗനമായിരുന്ന് പ്രവർത്തിക്കുക, വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിച്ച അതികായൻ എന്നതിനപ്പുറം ഒരിക്കലും നമ്മുടെ പുതിയ കാലത്തെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ഒരു തള്ളലിനും അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ വളർച്ച മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതിനപ്പുറം രാജ്യത്തെ ഒരുപക്ഷെ പോവർട്ടി ലൈനിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന അസംഖ്യം ജനകോടികളുടെ മോചനമായിരുന്നു ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി താൻ വിദേശ സർവകലാശാലകൾ പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ എല്ലാവിധമായ സാധ്യതകളും ഇന്ത്യയിൽ അദ്ദേഹം പരീക്ഷിച്ചു നോക്കി. സങ്കീർണമായ ഒരു ജനസമൂഹത്തിൽ ഇത്തരം ലിബറലൈസേഷൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി, പലരുടെയും നെറ്റി ചൊളിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ആരും കാതോരം അറിയാതെ ലിബറലൈസേഷൻ കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഉദാരവൽക്കരണം നടന്നു കയറുകയും ചെയ്തു. ഈ ഉദാരവൽക്കരണത്തിലൂടെ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ കരിങ്കോട്ടയാണ് കെട്ടി ഉയർത്തിയത് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ കരുതലോടെയുള്ള സമീപനമില്ലായിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഇന്ത്യ എങ്ങനെയാകുമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ബാങ്കുകൾ അടച്ചുപൂട്ടുന്ന ചരിത്രങ്ങളുടെ വാർത്തകൾ ഒന്നൊന്നായി വിദേശ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുമ്പോഴും സ്വന്തം നാട്ടിലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ബാങ്കിങ് മേഖലയിലെ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ കരുതലോടെ കരുത്തോടെ കാവലോടെ കാത്തു സൂക്ഷിച്ച അതികായനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ചരിത്രം എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും. ബരാക് ഒബാമയെ പോലെ ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിച്ച രാഷ്ട്രങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഗുരുഭൂതനെ കണ്ട ഏറ്റവും വലിയ അതികായനാണ് ഇന്ത്യ ഇപ്പോൾ വിട നൽകുന്നത്. ഒരുപക്ഷെ ഏറ്റവും ആദരവ് ലഭിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സ്വാർത്ഥ താല്പര്യങ്ങളില്ല, ലളിതമായ ജീവിത രീതിയാണ്. പ്രധാനമന്ത്രിയുടെ കസേര അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ നിഷ്കാമ കർമ്മമാണ് തൻ്റെ ജീവിതയാത്രയുടെ പരമമായ ലക്ഷ്യമെന്ന് കണ്ടറിഞ്ഞ അതികായൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പുതിയ കാലത്തെ സാമ്പത്തിക വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ സാമ്പത്തിക ദർശനങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പരീക്ഷിച്ച് നോക്കിയതെന്നറിയുന്നത് കൗതുകമായിരിക്കും.